ലേറ്റ് ആയ ഞാനും ലേറ്റ് ആയി. യെല്ലോ യെല്ലോ നമ്മളെ അടക്കി ഇതൊന്നായിട്ട് പുസ്തകത്തിനകത്ത് അടയ്ക്കേണ്ട. പകുതി പുസ്തകത്തിലും പകുതി ATM കാർഡിലും അടക്കി. അക്കൗണ്ടിലുള്ള മുഴുവൻ ATM കാർഡ് ഉണ്ട്. അത് പറ്റൂല. ഓരക്കാര് ലക്കില്ല അകാനില്ലാതെ പൈസ എടുത്ത് നശിപ്പിച്ചാല്. എൻ്റെ മോനെ ബഷീർ ഭയങ്കര സാധനമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് 1000 ഉറുപ്പ്യ അടിച്ചു കഴിഞ്ഞാൽ 500 ഉറുപ്പ്യ കിട്ടുന്ന സിസ്റ്റാക്കാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ബാങ്ക് സിസ്റ്റമുള്ള ബാങ്ക് ഉണ്ടോ ഞാൻ ഒന്ന് കുടിയോ കട്ടെ. ശരിയായില്ല. നോക്കി എന്താണ് പ്രകാശ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയത് ശരിയായിട്ട്. ഇതിന്റെ തുമ്പ് ഉണ്ടാവുന്ന എന്താണ് ചേട്ടാ? അല്ല തെളിയുന്നില്ല. ഇത് വെച്ചോ. താങ്ക്സ് ചേട്ടാ. അല്ല സാറേ, അക്കൗണ്ട് നമ്പർ കേട്ടാ കൊള്ളാം. പിന്നെ ഒരു 14 കോളം ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതിയാലും വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയാലും 5 കോളം പിന്നെയും ബൈക്ക്. എന്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ സാർ ആ അക്കൗണ്ട് നമ്പർ എഴുതി സാറേ. ഓ അത് മതിയല്ലേ? ഓ ശരി. ചത്തിട്ടില്ല. ഒന്ന് ബാങ്ക് വരെ വന്നതാ. തിരിച്ചു വിളിക്കാം. അവളുടെ ഒരു പൂമുഖവാതിൽ. എക്സ്ക്യൂസ് മീ. അയ്യോ സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എനിക്കും കുറച്ച് തിരക്കുണ്ട്. ആണോ? സാർ അക്കൗണ്ടിൽ ഇട്ടിരുന്നോളൂ. അവിടെ പ്ലീസ്, അവിടെ ഇരുന്നോളൂ. എടുത്തു, അങ്ങോട്ട് എടുത്തോട്ടെ. മോർണിംഗ് സർ, കൻ ഐ ഹെൽപ്പ് യു? ഒരു 10 ലക്ഷം രൂപയുണ്ട്. FD ഇടണം ഭാര്യയുടെ പേരിൽ. അയ്യോ സാർ, ഇവിടെ കുറച്ച് തിരക്കുറവുണ്ട് കേട്ടോ. ബൈ ബൈ സിന്ധു. ബൈ ബൈ പ്രകാശ. ഓക്കെ ഓടെ. അതെ, ആ FD കസ്റ്റമർ ശരിക്കും എനിക്ക് വന്ന ഞാനാ തട്ടി ഇപ്പത്തെത്തിച്ച്. സ്മരണ വേണോട്ടോ, സ്മരണ. കാറ് മേടിച്ചെന്റെ ചെലവോലും ചെയ്തിട്ടില്ല കേട്ടാ. ഓർമ്മിച്ചോട് പ്രകാശ്, നീ പറയാനുള്ള പറഞ്ഞാൽ മതി. ഇങ്ങനെ മേത്തരയ്ക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് തൊടാൻ പാടില്ലേ? സോറി. ഹലോ. Hello. Hi, Sid. Come in. യെസ് മാം. ഓവർ ടൈം പണി നടക്കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്താ മാം? Come, sit. തനിക്ക് തരാൻ വാങ്ങിച്ചത്. താങ്ക്സ്. വൈകിട്ട് എന്താ പരിപാടി? ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. മൂവി, ഡിന്നർ, ഓ whatever you like. ഇന്ന് കുറച്ച് തിരക്കുണ്ടല്ലോ, നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാം. It's okay. See you tomorrow. See you, ma'am. ശേ, എന്നെ ഒന്നും വിളിക്കാത്തെന്താണ് കാര്യം? He said, my gift. Thank you. You're welcome. വൈകിട്ട് ഇതിന് മാത്രം എന്താ പരിപാടി? ശേ, പൊക്കം മാത്രമുള്ള ഒരു കാര്യമില്ല. ഹലോ. ഇറങ്ങിയോ? ഇറങ്ങി. ഞാനിവിടെ സിറ്റി സെന്ററിലുണ്ട്. ഇങ്ങോട്ട് വരുമോ? എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ശരി. ഞാനെത്തി. നീ എവിടെ? ഞാനിവിടെ 3rd ഫ്ലോറിലുണ്ട്, ഇൻ സ്റ്റോറിൽ. ഓക്കെ. Excuse me, sir.
ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 minutes. ബുദ്ധിമുട്ടാവും. എന്ത് മനുഷ്യനാണ്ടി? ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ചില കസ്റ്റമേഴ്സ് നമ്മളെ ഭ്രാന്ത് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫുൾ മൂഡാണ്. വീട്ടിലെത്തട്ടെ, നമുക്ക് മൂടൊക്കെ ശരിയാക്കാം. ഇത് ഇവിടെ വരെ എത്തിച്ചപ്പാട് എനിക്ക് അറിയൂ. ഡ്രൈവിംഗ് എനിക്ക് പറ്റിയ പണിയല്ല, നീ ഓടിച്ചാൽ മതി. വണ്ടി ഓടിച്ചാലേ നീ പഠിക്കൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒരിക്കലും പഠിക്കില്ല. ധൈര്യമായിട്ട് ഓടിച്ചോ, ഞാനല്ലേ കൂടെ. നീ ഉള്ളതാണ്ട് പേടി. നിന്റെ നോട്ടം കണ്ടാൽ എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോവും. എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ചൂടാവരുത്. ശരി, പേടിക്കണ്ട. നീ വണ്ടി സ്റ്റാർട്ട്, ഞാൻ ചൂടാവില്ല. വണ്ടി സ്റ്റാർട്ട്, ക്ലച്ച് മെല്ലെ എടുത്താൽ മതി. നോക്കി എടുക്കും. ആളെ കണ്ടില്ലേ? ഇല്ല. ടച്ചൗട്ട് ഗിയർ മാറ്. വണ്ടി പോ. ഇതല്ലേ ടച്ച്? ബ്രേക്കാണ്. വണ്ടി വണ്ടി എടുക്കും. കാറ് നിന്നെയല്ല ഓടിക്കണത്, നീയാണ് കാർ ഓടിക്കണത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഏത് ഗിയറില? ഏത് ഗിയറില? അറിയില്ല. അറിയില്ല. ഒച്ചയായിട്ടാറിലൂടെ സെക്കൻഡ് ഗിയറിലാണ്. ഗിയർ മാറ്റിക്കേ. വണ്ടി കിടന്ന് ഇരിക്കുന്ന കണ്ടിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടിട്ട് ഗിയർ മാറ്റി. അതിനെന്താ ചൂടാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഓടിക്കുന്നില്ല എന്ന്. ചൂടായില്ലല്ലോ. വണ്ടി പുറയില് തോന്നിയാസം കാണിക്കുന്നു. എവിടെ അഞ്ജലി? കണ്ണു കണ്ടോട്ടോ. ഇതേ അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ഫുൾ അമർത്തുക, ഫസ്റ്റ് ഗിയർ ഇടുക, വണ്ടി എടുക്കുക. ഇത് വലിയ പണിയില്ല സാർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 റുപ്പീസ് ആവുന്നുള്ളൂ. സാറിന്റെ പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. താങ്ക്സ്. യു വെൽക്കം സാർ. യെസ് സാർ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നോക്കിക്കാതെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയേട്ടാ. കയ്യിലുള്ള കൊടുത്താൽ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. മുതലാളിക്ക് ഭ്രാന്ത്